ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ദീപക് അവിടെ പ്രേതത്തെ യക്ഷിയോ കണ്ടെന്ന് പറയുന്നു. പ്രേതോ? ഇക്കാലത്ത് യക്ഷിയും പ്രേതവും ഒക്കെ ഉണ്ടോ? അല്ല, ആരാ പ്രേതത്തെ കണ്ടത്? ഞാനാ. എന്നാ ദീപക് സാറിനെ ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ. താൻ പ്രേതം ഉണ്ടോ നോക്കണോ? യക്ഷിയും പ്രേതമൊക്കെ ഗേറ്റിന് പുറത്തു പോകണം, അല്ലെങ്കിൽ മന്ത്രവാദിയെ വിളിക്കും. ആരാ അവിടെ? പെട്ടു വന്നേ. ഞങ്ങളാ ചെറിയച്ച. നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? വെറുതെ. രാജു യാത്ര പറഞ്ഞു പോയതല്ലേ? ഞാൻ പോയതാ, പിന്നെയും വന്നു. ഏത് വഴി വന്നു? ഞാൻ കണ്ടില്ലല്ലോ. ഋതുവിനും മഞ്ഞ് കൊള്ളണമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നതാ. നാണക്കേട്. നീ വാടക ഇങ്ങോട്ട്. മോളിനി അമ്മമ്മയുടെ മുറിയിലേക്കൊന്നും പോണ്ട, ഇവിടെ കിടന്നാ മതി. എന്തിനാ നാണിക്കുന്നേ? നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അതല്ല, മഞ്ഞ് കൊള്ളണമെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് പോണ്ടേ? പാതിരാത്രിക്ക് ആ ദീപക് എഴുന്നേറ്റ് വരുമെന്നോ ആരെങ്കിലും കരുതിയോ? അല്ല, അവൻ എന്തിനാ ആ നേരത്ത് മുറ്റത്ത് വന്നേ? അവൻ മൂത്രമൊഴിക്കാൻ വന്നായിരിക്കും. എല്ലാ മുറികൾക്കും ബാത്റൂമും ഗസ്റ്റ് റൂമുകൾക്ക് അഡീഷണൽ ബാത്റൂമും ഉള്ളപ്പോഴാ അവൻ മുറ്റം വൃത്തികേടാക്കുന്നു. അവൻ ജന്മനാ വൃത്തികെട്ടവനല്ലേ, കച്ചറ. ആ ശരി ശരി, നേരെ ഒരുപാട് വൈകി, നിങ്ങൾ കിടന്നോ. വല്ലാണ്ടങ്ങ് നാണം കെട്ടുപോയി. രാജന്റെ മുഖം ഒന്ന് കാണണായിരുന്നു. മഞ്ഞ് കൊള്ളാൻ പോയ ഈ കഥ ജീവിതം മുഴുവൻ ഓർക്കും. എന്തായാലും ഇപ്പോഴാ ഭയങ്കരമായിട്ട് തണുക്കുന്ന. എനിക്ക് ബെഡ് കാഫി കുടിക്കുന്ന ശീലം പണ്ടില്ലായിരുന്നു. പിന്നെ ബെഡ് കോഫിക്ക് പകരം തേനായിരുന്നു കുടിച്ചിരുന്നത്? അതൊന്നും അല്ലച്ചാ. വെളുപ്പിന് 4 മണിക്ക് 2 കുറ്റി പുട്ടും മുട്ടക്കറിയും 2 പപ്പടവും കൂട്ടി ഒരു പിടി പിടിക്കും. നേരം പരപരാപെടുത്തതേ ഉള്ളൂ, തള്ളു തുടങ്ങി. നോവിനാലേ